ഹായ് ഫ്രണ്ട്സ്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ലുക്കിൽ വന്നേക്കാമെന്ന് വിചാരിച്ചു. ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിത്തു അഷ്റഫാണ്. നമ്മുടെ നായാട്ടിനകത്തെ പാസറ റോളും ഇരട്ടയ്ക്കകത്തെ പാസറ റോളും പിന്നെ നായാട്ടിനകത്തെ കുഞ്ചാക്കോന്റെ സുപ്പീരിയർ ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടില്ലേ, ലീവ് ചോദിക്കുമ്പോൾ ലീവും പറയൊന്നുമില്ല എന്ന് പറയുന്ന വ്യക്തിയില്ലേ, അദ്ദേഹമാണ് ഈ പടം സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു സിനിമയാണ്. പിന്നെ ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത് ഷാഹി കപൂറാണ്. നമ്മുടെ ഇലവീഴ പൂഞ്ചിറ, നായാട്ട് എന്നുള്ള സിനിമയൊക്കെ എഴുതിയേക്കുന്ന ആളാണ് ഷാഹി കപൂർ. പോലീസ് സ്റ്റോറി എഴുതാൻ പുള്ളിക്ക് അല്ലെങ്കിൽ ഒരു വലിയ കഴിവ് തന്നെയാണ്. പുള്ളിയുടെ എല്ലാ സ്റ്റോറിയും നമ്മളെ പിടിച്ചിരുത്തുന്ന നല്ല വളരെ എൻഗേജിങ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ്. പിന്നെ എടുത്തു പറയത്തക്ക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വില്ലൻ ഗ്യാങ്ങിന്റെ കാര്യം, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ. കാര്യം ആ വില്ലൻ ഗ്യാങ് ആണ് ആ പടത്തിനെ ഒരു പരിധി വരെ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുപോകുന്നത്. കാര്യം നല്ല വില്ലൻ ഉണ്ടെങ്കിലല്ലേ നല്ല സിനിമകൾ ജനിക്കുന്നുള്ളൂ. എന്നാലും നായകനാണെങ്കിലും ഒരു പഞ്ച് വരത്തുള്ളൂ. അല്ലാതെ വില്ലൻ ഇല്ല നായകൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കാര്യമില്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ആ വില്ലൻ ഗ്യാങ്, ഒരു ഹൈറ്റ് ഉള്ള ഒരു പയ്യനുണ്ട്, പിന്നെ ഒരു മൂന്നാല് പേരുണ്ട്, പിന്നെ രണ്ട് ലേഡീസും ഉണ്ട്. എല്ലാവരും കട്ടയ്ക്ക് കട്ടയാണ് നിന്ന് അഭിനയിക്കുന്നത്. ഒരു രക്ഷയില്ല. ഡ്രഗ്സ് അടിക്കുന്നതും പിന്നെ അങ്ങനെയുള്ള സീനുകളൊക്കെ ഒരുപാടുണ്ട്. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഹാറ്റ്സ് ഓഫ്. പിന്നെ BGM ചെയ്തിരിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ജേക്സ് ബിജോയാണ്. കുഞ്ചാക്കോന്റെ ഇൻട്രോ സമയത്തും പിന്നെ ആ വില്ലൻ ഗ്യാങ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ BGMന്റെ എഫക്റ്റ് നമ്മളെ ഇങ്ങനെ മനസ്സിലാക്കി തരും. അറ്റ്മോസ്ഫിയർ കിടന്ന് ഇങ്ങനെ കറങ്ങും. പ്രത്യേകിച്ച് ശ്വാസം എടുക്കുന്ന സൗണ്ടും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കും വളരെ നല്ലതായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഹീറോ കുഞ്ചാക്കോവനാണ്, ഹീറോയിൻ പ്രിയാമണിയാണ്. കുഞ്ചാക്കോവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ട്രാഫിക് എടുത്താലും അഞ്ചാം പാതിര എടുത്താലും കുഞ്ചാക്കോവിന്റെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സസ്പെൻസ് ഉള്ളിൽ വെച്ചുകൊണ്ട് പുള്ളിയുടെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമ്മളെ വളരെയേറെ ത്രില്ലടിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള റോളുകൾ ചെയ്യാൻ, അതായത് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റോളുകൾ ചെയ്യാനുള്ള ഒരു ഫിസിക്ക് പുള്ളിക്ക് ഇല്ലെങ്കിൽ തന്നെയും പുള്ളിയുടെ ആ ഡയലോഗ് ഡെലിവറിയും ആ സസ്പെൻസ് നിറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളെ വളരെ എൻഗേജിങ് ആക്കുന്നുണ്ട്. അങ്ങനെയുള്ള സീനുകൾ ഈ സിനിമയിലും ഉണ്ട്. നമ്മൾ കുഞ്ചാക്കോനെ ഓർക്കുകയാണെങ്കിൽ പഴയ ഒരു ചോക്ലേറ്റ് ഹീറോയുടെ ഇമേജ് ആയിരിക്കും നമ്മുടെ മനസ്സിൽ പണ്ടുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ വരുന്ന തലമുറയിൽ ബോഗൻവില്ലയിലൊക്കെ നമ്മൾ പുള്ളിയുടെ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലായതാണ്. ഇപ്പോൾ ഇതിനകത്ത് വരുവാണെങ്കിൽ ഒരു ഹരിശങ്കർ എന്ന് പറയുന്ന DYSP ആയിരുന്നിട്ട് തരം താഴ്ത്തപ്പെട്ട് CI ആയ ഒരു അരകൻ്റായിട്ടുള്ളൊരു പോലീസ് ഓഫീസറുടെ റോളാണ് പുള്ളി ചെയ്യുന്നത്. വളരെ മികച്ച രീതിയിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയാമണി ആണെങ്കിൽ തന്നെ വളരെ മെച്യൂർ ആയിട്ടുള്ളൊരു കഥാപാത്രമാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ അലക്സാണ്ടർ ദ ഗേറ്റിനകത്ത് കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു റോളാണ് പ്രിയാമണി ചെയ്തിരിക്കുന്നത്. ഓവറോൾ കണ്ടിരിക്കാവുന്ന ഒരു മികച്ച ത്രില്ലർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഫിലിമാണ്. പിന്നെ പോലീസ് ഫിലിംസിൽ മാത്രം കണ്ടുവരുന്ന ചില ഐക്കോണിക് ഷോട്ട് ഉണ്ടല്ലോ, അതായത് ഈ പോലീസ് ഓഫീസർ വരുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ തന്നെ ബാക്കിൽ നിന്ന് ക്യാമറ ഇങ്ങനെ കാണിച്ച് ആ ആൾ കയറുന്നതനുസരിച്ച് ക്യാമറ പുറകിൽ കൂടെ കൊണ്ടുപോയി സ്റ്റേഷൻ്റെ അകോ അല്ലെങ്കിൽ ഏതാണ് കെട്ടിടത്തിനകോ ഇങ്ങനെ മൊത്തം കാണിച്ച് അവരുടെ ഒപ്പം ഓഫീസ് റൂമിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഐക്കോണിക് ഷോട്ട് ഉണ്ടല്ലോ, അത് ഈ ഫിലിമിനും ഉണ്ട്. പിന്നെ എൻ്റെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനങ്ങനെ ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ.